അപ്പോൾ അത് നാഷണലൈസ്ഡ് അല്ല റെയിൽവേ, റെയിൽവേ കമ്പനീസാണ്. അപ്പം ഞാൻ ചേരുമ്പോൾ ആ കമ്പനിയിലാണ്, അതിന് പെൻഷനൊന്നുമില്ല, PF പ്രോവിഡന്റ് ഫണ്ടേ ഉള്ളൂ. ഞാൻ ചേർന്നത് 51 ചേർന്ന് 57 ഇത് വന്നത് പെൻഷൻ. പെൻഷൻ വരുമ്പോ എല്ലാവർക്കും പെൻഷൻ വന്നിട്ടില്ല. അന്നത്തെ പെൻഷൻ വേണ്ടവർക്ക് പെൻഷൻ ആവാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രോവിഡന്റ് ഫണ്ട് പ്ലസ് കോൺട്രിബ്യൂഷൻ ഏതാ വേണ്ടത് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പൊ പെൻഷൻ ഉള്ളവർക്ക് ഈ മറ്റേത് കിട്ടൂല, ഈ 10% അതിന്റെ അതൊരു വലിയ ഒരു എമൗണ്ട് വരും റൗണ്ട് ഫിഗർ കിട്ടുന്ന അത്രേ കിട്ടുള്ളൂ. 5-6 ലക്ഷം രൂപയായിരിക്കും, 2-3 ലക്ഷം കിട്ടുമായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പെൻഷൻ 100-200 റുപ്യ പെൻഷൻ അങ്ങനെ വരുന്നില്ല. അപ്പൊ അങ്ങനെ ഓപ്ഷൻ ചോദിച്ചു. ആദ്യമൊക്കെ ആൾക്കാർ ഇത് വേണ്ട, പെൻഷൻ വേണ്ട, കാശ് വാങ്ങിയിട്ട് പോയിക്കളിയാണ് റെയിൽവേയിൽ എന്ന് വിചാരിച്ച് റെയിൽവേക്കാർ പറയും. പക്ഷെ നമ്മളൊക്കെ അവരെ ഉപദേശിച്ചു, യൂണിയനൊക്കെ ചേർന്ന് നിങ്ങൾ എഴുതി കൊടുക്കും പെൻഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാനൊക്കെ അതിന് വേണ്ടി പറഞ്ഞു, എന്തൊക്കെ ആയിക്കോട്ടെ, ഇത് ഗ്യാരണ്ടീഡ് എമൗണ്ട് അല്ലേ, മറ്റേ ഒന്നായിട്ട് കാശ് തന്നാൽ ഒന്നായിട്ട് ആവശ്യങ്ങൾ ബന്ധുക്കൾ പലതും ആവും ആവശ്യം, വീടെടുക്കാൻ തോന്നും, മറ്റു ചികിത്സ ഉണ്ടാവും, കല്യാണം ഉണ്ടാവും, മറ്റും. അതൊന്നും വേണ്ട, മരിക്കുന്നവരെ ഈ ചുരുങ്ങിയ സംഖ്യ വാങ്ങിയാലും അതിനെ കൊണ്ട് ജീവിക്കാനോ കഞ്ഞി കുടിക്കാനോ, മരിക്കുന്നവരെ കഞ്ഞി കുടിക്കാൻ തരുന്നുണ്ട്. ഇപ്പോൾ കഞ്ഞി കുടിക്കാനേ പറ്റുള്ളൂ, 2 നേരം 3 നേരം കഞ്ഞി കുടിക്കാൻ കഴിയില്ല. 2 നേരം കഞ്ഞി കുടിക്കാനോ, മറ്റേ ക്യാഷ് വാങ്ങിയിട്ട് പോയാൽ അപ്പൊ ആ കൃത്യ പൈസ ചെലവാക്കിയിട്ട് പിന്നെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയായിരുന്നു. 57 ഇത് വന്നത് പെൻഷൻ്റെ. 1-2 കൊല്ലം വേണ്ടി വരുന്ന ആളുകൾ തീരുമാനിച്ച് പെൻഷൻ അങ്ങനെ കുറച്ച് മാറ്റി കുറച്ച് പേര് അതിനിടയ്ക്ക് മരിച്ചുപോയി, അവർക്ക് പെൻഷൻ ഒന്നുമില്ല. കുടുംബക്കാർ പൈസ വാങ്ങിയിട്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അറിയുമ്പോ സർവീസ് ചെലവ് ഇതൊന്നുമില്ല, ആരും ഇങ്ങനെ